ഹൗവ ആദത്തിന്റെ ഭാര്യയാകുന്നതിന് മുൻപ് ലില്ലിത്ത് ആദാമിന്റെ ആദ്യ ഭാര്യയായിരുന്നുവോ? ആരാണ് ലില്ലിത്ത്? എങ്ങനെയാണ് ലില്ലിത്തിനെ സൃഷ്ടിച്ചത്? ലില്ലിത്തിന്റെ ചരിത്രം എന്താണ്? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ. എല്ലാവർക്കും സുപരിചിതമായ ചരിത്രമാണ് ഭൂമിയിലെ ആദ്യ നവദമ്പതികളായ ആദാമിന്റെയും ഹൗവയുടെയും ചരിത്രം. ഈ നവദമ്പതികൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകലുന്നതുവരെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഏദനിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ബൈബിളിൽ ഈ ചരിത്രങ്ങൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ കാണാൻ കഴിയുന്നത് മുഖ്യമായ 4 കഥാപാത്രങ്ങളെയാണ്: ദൈവം, ആദാം, ഹൗവ, പാമ്പ്. ഇവരുടെ വീഴ്ചയ്ക്ക് ശേഷം ഏദന് പുറത്താണ് കയീനും ഹാബേലും രംഗപ്രവേശനം ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ വചനം പഠിക്കുകയും ചരിത്രത്തെയും ചരിത്രകൃതികളെയും പാരമ്പര്യങ്ങളെയും അറിയാൻ ശ്രമിക്കുന്നവർക്കിടയിൽ ഒരുപോലെ നടുക്കമുണ്ടാക്കിയ ഒരു കാര്യമാണ് ആദാമിന് ഹൗവയെ കൂടാതെ ലില്ലിത്ത് എന്ന ഒരു മുൻ ഭാര്യ ഉണ്ടായിരുന്നു എന്ന് യഹൂദന്മാരുടെ പാരമ്പര്യങ്ങളിൽ, പഴങ്കഥകളിൽ, അവരുടെ തൽമൂദുകളിൽ പറഞ്ഞിരിക്കുന്നു എന്നത്. തൽമൂദ് എന്നത് തോറയുടെ വ്യാഖ്യാനം, കമന്ററി ഗ്രന്ഥമാണ്. ജെറുസലേം തൽമൂദ്, ബാബിലോൺ തൽമൂദ് എന്ന 2 പ്രധാന പതിപ്പുകളുണ്ട്. ബാബിലോൺ തൽമൂദിലാണ് ലില്ലിത്തിനെ പറ്റി പരാമർശിക്കുന്നത്. എന്നാൽ തോറയിലും മിഷ്നയിലും ലില്ലിത്തിനെ പറ്റി പറയുന്നില്ല. മിഷ്ന ഓറൽ ട്രഡിഷനാണ്, അതായത് ഓറൽ തോറ. പുരാതന നാടോടി കഥകളിലെ സാങ്കല്പിക കഥാപാത്രം മാത്രമാണ് ലില്ലിത്ത് എന്ന സ്ത്രീ സത്വമുള്ള ദുരാത്മാവെന്ന് എൻസൈക്ലോപീഡിയ ഓഫ് ബ്രിട്ടാനിക്ക പറയുന്നു. പുരാതന സുമേറിയൻ, ബാബിലോണിയൻ, യഹൂദ സാഹിത്യങ്ങൾ അനുസരിച്ച് ലില്ലിത്ത് എന്ന സ്ത്രീയെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണുള്ളത്. അറേബ്യൻ കഥകളിലാകട്ടെ ലില്ലിത്തിനെ പറ്റി പറയുന്നത് ലില്ലിത്ത് ഒരു സത്വം എന്നാണ്. ലില്ലിത്ത് രാത്രികാലങ്ങളിൽ ഒരു സ്ത്രീയായി പ്രത്യക്ഷപ്പെടുകയും പൈശാചികമായി പെരുമാറുകയും ചെയ്യുമെന്ന് ചില റബ്ബിമാർ വിശ്വസിച്ചിരുന്നു. ഐതിഹ്യങ്ങളിലും തൽമൂദുകളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സ്ത്രീ കഥാപാത്രം എന്തുകൊണ്ട് ബൈബിളിൽ ഇല്ല? ഹാനോക്കിന്റെ പുസ്തകം പോലെ ഇതും സത്യമാണോ എന്ന സംശയം നിങ്ങൾക്കുണ്ടോ? ഈ വീഡിയോ നിങ്ങൾക്കുള്ള ഉത്തരമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക. തെറ്റുധാരണകളും അബദ്ധങ്ങളും ഒഴിവാക്കുന്നതിനു വേണ്ടി ഈ വീഡിയോ പൂർണ്ണമായും ദയവായി കാണുവാൻ ശ്രമിക്കുക. വെൽക്കം ടു ബൈബിൾ ഫാക്ട്സ്. ലില്ലിത്തിനെ കുറിച്ചുള്ള ഐതിഹ്യ കഥകൾ പുരാതന കാലം തൊട്ട് ആരംഭിച്ചതിനാൽ ഇതിന്റെ യഥാർത്ഥ ഉത്ഭവം എവിടെ നിന്ന് എന്ന് കൃത്യമായി പറയുവാൻ സാധിക്കുന്നതല്ല. പക്ഷെ ഈ ഐതിഹ്യങ്ങളെ മെസൊപ്പൊത്തോമിയൻ സംസ്കാരത്തിൽ കാണുവാൻ കഴിയുന്നതാണ്. ലില്ലിത്ത് എന്ന സ്ത്രീ സത്വം ഗർഭിണികളെ ഉപദ്രവിക്കുന്നവരും കുട്ടികളെ ഉപദ്രവിക്കുന്നവരുമായിരുന്നു എന്ന് കരുതപ്പെടുന്നു. അതിനാൽ ഇവരിൽ നിന്നും രക്ഷ നേടാൻ മന്ത്രത്തകിടുകൾ അവർ ധരിച്ചിരുന്നു. ഈ ഐതിഹ്യ കഥ മെസൊപ്പൊത്തോമിയയിൽ നിന്നും ബാബിലോണിലേക്കും പരന്നിരുന്നു. ഇവിടെ നിന്നും ലില്ലിത്തിനെ കുറിച്ച് മിസ്രൈമ്യർക്കും ഗ്രീസിലേക്കും ബാബിലോൺ പ്രവാസത്തിലേക്ക് വന്ന ഇസ്രായേൽ മക്കൾക്കും ലഭിച്ചു. ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയവർ തയ്യാറാക്കിയ ബാബിലോൺ തൽമൂദിൽ ലില്ലിത്തിനെ ലൈംഗികതയോട് അനിയന്ത്രിതമായി അഭിനിവേശമുള്ള ഒരു ദുരാത്മാവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. തൽമൂദ് പറയുന്നത് പ്രകാരം അന്ധകാരത്തിന്റെ ആത്മാവും രാത്രിയിൽ സഞ്ചരിക്കുന്ന ദുരാത്മാവുമായാണ് ലില്ലിത്തിനെ പറയുന്നത്. ലില്ലിത്ത് എന്ന വാക്കിന്റെ അർത്ഥം രാത്രി എന്നാണ്. അതിനാൽ രാത്രിയിൽ സഞ്ചരിക്കുന്ന ലൈംഗിക ആസക്തിയുള്ള സ്ത്രീ സത്വമുള്ള ഭൂതങ്ങളെ ഈ പേരിട്ട് വിളിച്ചിരുന്നു. അതിനാൽ രാത്രിയിൽ പുരുഷന്മാർ ഏകനായി ഒറ്റയ്ക്ക് കിടന്നുറങ്ങരുതെന്നും അങ്ങനെയുള്ളവരെ ലില്ലിത്ത് ആക്രമിച്ച് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ നിർബന്ധിക്കുകയും ചെയ്തേക്കാമെന്നും തൽമൂദ് പഠിപ്പിക്കുന്നു. പക്ഷെ തോറയിൽ ഇതിന് തെളിവുകളൊന്നും തന്നെ ഇല്ല. തൽമൂദ് മനുഷ്യർ എഴുതിയ വ്യാഖ്യാനങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ ആധുനിക സ്ത്രീ വിമോചകർ, ഫെമിനിസ്റ്റ് ഗ്രൂപ്പ് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ മാതൃകാ പ്രതീകമായി, സിംബലായി ലില്ലിത്തിനെ അവർ കണക്കാക്കുന്നു.
ലില്ലിത്തിനെ ഫെമിനിസ്റ്റ് ഗ്രൂപ്പ് അവരുടെ ചിഹ്നമായി തിരഞ്ഞെടുക്കുവാൻ ഒരു കാരണം കൂടിയുണ്ട്. ഐതിഹ്യം അനുസരിച്ച് ലില്ലിത്ത് ആവശ്യപ്പെടുന്നത് ആണും പെണ്ണും ഒരുപോലെ തുല്യരാണ് എന്നതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ നമുക്ക് ചിന്തിക്കാം. വീക്ക മതത്തിന്റെ അനുയായികളും ലില്ലിത്തിനെ ഇന്ന് ആരാധിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയേണ്ടത് ലില്ലിത്ത് ആദാമിന്റെ ആദ്യ ഭാര്യയായിരുന്നുവോ, അതിന്റെ തെളിവ് എന്താണ് എന്നാണ്. അവൾ എങ്ങനെ ദുരാത്മാവായി മാറി? അങ്ങനെയെങ്കിൽ ഹവ്വയുടെ സൃഷ്ടി എപ്രകാരമായിരുന്നു എന്നീ ചോദ്യങ്ങളുടെ ഉത്തരമാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി ആദ്യം നമുക്ക് ബാബിലോൺ തൽമൂദുകളിലേക്ക് പ്രവേശിക്കാം. ലില്ലിത്തിന്റെ ചരിത്രം തോറയിലും മിഷ്നയിലും രേഖപ്പെടുത്തിയിട്ടേയില്ല. എന്നാൽ ലില്ലിത്ത് എന്ന പേര് യെശയ്യാ പുസ്തകത്തിൽ ഉണ്ട്. എന്നാൽ ആദത്തിന്റെ ആദ്യ ഭാര്യയായി ലില്ലിത്തിനെ ചിത്രീകരിക്കുന്നത് ബാബിലോൺ തൽമൂദുകളിലാണ് കാണുന്നത്. മിഷ്നയുടെയും ഗമേറയുടെയും ചേർത്ത രൂപമാണ് തൽമൂദ് എന്ന് അറിയപ്പെടുന്നത്. തൽമൂദ് വ്യാഖ്യാന ഗ്രന്ഥമാണ്, കമന്ററിയാണ്. ഇത് മനുഷ്യന്റെ വ്യാഖ്യാനം മാത്രമാണ്, ദൈവ നിശ്വാസ്യം ഇതിനില്ല. ബാബിലോൺ തൽമൂദ് ബാബിലോൺ പ്രവാസകാലത്ത് ചിട്ടപ്പെടുത്തിയതാണ്. ഈ തൽമൂദിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിന് 2 ചരിത്രമുണ്ട് എന്ന് വ്യാഖ്യാതാക്കൾ അവകാശപ്പെടുന്നു. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യം, അപ്പോൾ മനുഷ്യൻ ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഈ 2 വാക്യങ്ങളാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന് 2 ചരിത്രമുണ്ട് എന്ന് തെളിയിക്കാൻ അവർ ആധാരമാക്കിയെടുത്തത്. ഉൽപ്പത്തി 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഹവ്വയെപ്പറ്റി പരാമർശിക്കുന്ന ഭാഗത്ത് ഇത് ഇപ്പോൾ, ദിസ് ഈസ് നൗ എന്ന പ്രയോഗം അവർ വ്യാഖ്യാനിച്ചത് ഇത് ഇപ്പോൾ എന്ന് പറയണമെങ്കിൽ മുൻപ് മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. ഈ ആശയക്കുഴപ്പ നിമിത്തം ഉൽപ്പത്തി 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്നത് ആണിനെയും പെണ്ണിനെയും മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു എന്നാക്കി മാറ്റി. അതായത് ഇപ്പോൾ ഹവ്വയെ സൃഷ്ടിച്ചത് ആദാമിന്റെ വാരിയെല്ലുകളിൽ നിന്നായിരുന്നു എങ്കിൽ ആദത്തിനോടൊപ്പം മണ്ണിൽ നിന്നും ഒരു സ്ത്രീയെ ഇതിനു മുൻപ്, ഹവ്വയെ സൃഷ്ടിക്കുന്നതിനു മുൻപ് ദൈവം സൃഷ്ടിച്ചിരുന്നു എന്ന അർത്ഥത്തിൽ അവർ വ്യാഖ്യാനങ്ങൾ എഴുതി. അങ്ങനെ ആദത്തോടൊപ്പം മണ്ണിൽ നിന്നും സൃഷ്ടിച്ച ഈ സ്ത്രീയെ ലില്ലിത്ത് എന്നും, ആദം ഈ സ്ത്രീയെ ആദ്യം കാണുന്നത് ശരീരത്തിൽ മുഴുവൻ രക്തം പുരണ്ടാണെന്നും ആദത്തിന് അവളെ ഇഷ്ടപ്പെട്ടില്ലെന്നും അതിനാൽ രണ്ടാമത് തൻ്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു, അതാണ് ഹവ്വ എന്നും തൽമൂദുകൾ പറയുന്നു. എന്നാൽ ആദ്യ ഭാര്യയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് തൽമൂദിൽ പറയുന്നില്ല. യഥാർത്ഥത്തിൽ ലില്ലിത്ത് എന്ന കഥാപാത്രം ആദത്തിന്റെ ആദ്യ ഭാര്യയായി പ്രത്യക്ഷപ്പെടുന്നത് ആൽഫബറ്റ് ഓഫ് ബെൻസിറ എന്ന യഹൂദ ഹാസ്യകൃതിയിലാണ്. ആദത്തിന് മുൻ ഭാര്യ ഉണ്ടായിരുന്നു എന്ന പഠിപ്പിക്കൽ തൽമൂദ് പറയുമ്പോഴും അത് ലില്ലിത്തായിരുന്നു എന്ന വാദം ഈ കൃതിക്ക് ശേഷമാണ് വന്നത്. ഈ പഠിപ്പിക്കലിനെ ലില്ലിത്തിലേക്ക് ആക്കി മാറ്റുകയായിരുന്നു. ദ ലെജൻഡ്സ് ഓഫ് ദ ജൂ എന്ന ലൂയിസ് ഗിൻസ്ബർഗിന്റെ പുസ്തകത്തിൽ ലില്ലിത്ത് ആദത്തിന്റെ ആദ്യ ഭാര്യയും ഹവ്വ ആദത്തിന്റെ രണ്ടാം ഭാര്യയുമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടിട്ട് അവന് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ദൈവം പറഞ്ഞു. അവന്റെ ഏകാന്തത ഇല്ലാതാക്കാൻ ലില്ലിത്തിനെ ആദാമിന് ഭാര്യയായി നൽകി. അവനെ പോലെ അവളും ഭൂമിയിലെ പൊടിയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ ഭർത്താവുമായി സമത്വം ആസ്വദിക്കണമെന്ന് അവൾ നിർബന്ധിച്ചതിനാൽ കുറച്ചു കാലം മാത്രമേ അവൾ അവനോടൊപ്പം താമസിച്ചുള്ളൂ. ഒരേ ദിവസം ഒരേ മണ്ണിൽ ആണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ടതിനാൽ അവർ തുല്യരാണ് എന്ന് ലില്ലിത്ത് വാദിച്ചു. എന്നാൽ ആദം അത് സമ്മതിച്ചില്ല. ഇതിനാൽ അരിശം വന്ന ലില്ലിത്ത് യഹോവയുടെ നാമം ഉച്ചരിക്കുകയും അവൾ ഉച്ചരിച്ച പേരിന്റെ സഹായത്തോടെ ലില്ലിത്ത് ആദാമിൽ നിന്നും പറന്ന് വായുവിൽ അപ്രത്യക്ഷമായി മാറി. ആദം തനിക്ക് നൽകിയ ഭാര്യ തന്നെ ഉപേക്ഷിച്ചു പോയി എന്ന്
ദൈവത്തിന്റെ മുൻപാകെ പരാതിപ്പെട്ടു. അവളെ പിടിക്കാൻ ദൈവം 3 ദൂതന്മാരെ അയച്ചു. സെനോയി, സെംസനോയി, സെമാൻഗെലെഫ് എന്നായിരുന്നു ആ 3 ദൂതന്മാരുടെ പേരുകൾ. ഈ 3 ദൂതന്മാർ അവളെ ചെങ്കടലിൽ വെച്ച് കണ്ടെത്തി. അവൾ അവരോടുകൂടെ തിരികെ വരുന്നില്ലെങ്കിൽ അവളുടെ 100 കുട്ടികളെ ദിവസം തോറും കൊല്ലുമെന്ന് ഭീഷണിയോടെ അവളെ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിച്ചു. എന്നാൽ ആദാമിനൊപ്പം സമത്വമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ അവൾ ഈ ശിക്ഷയെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. ദൂതന്മാർ അവളെ പിന്നെയും ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൾ പറഞ്ഞത്, എന്നെ വിട്ടയക്കുക. എന്നെ സൃഷ്ടിച്ചത് ശിശുക്കൾക്ക് രോഗം വരുത്തുവാനാണ്. ജനിക്കുന്ന ശിശു ആണാണെങ്കിൽ 8 ദിവസത്തോളവും ശിശു പെണ്ണാണെങ്കിൽ 20 ദിവസത്തോളവും എനിക്ക് അവരുടെ മേൽ ആധിപത്യമുണ്ടായിരിക്കും. ഈ തിന്മയിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരേ ഒരു മാർഗം നിങ്ങൾ 3 ദൂതന്മാരുടെ പേരുകൾ എഴുതി ധരിച്ചിരിക്കുന്ന മാന്ത്രിക തകിടുകളുള്ളവരെ ഞാൻ തൊടുകയില്ല എന്നവൾ ദൈവത്തെ കൊണ്ട് സത്യം ചെയ്തു. അവളുടെ 100 കുട്ടികൾ മരിക്കാനും അവൾ സമ്മതിച്ചു. ഇതായിരുന്നു ആ 3 ദൂതന്മാരും ലില്ലിത്തും തമ്മിലുള്ള ഉടമ്പടി. ദൂതന്മാർ തിരികെ പോയി കഴിഞ്ഞപ്പോൾ ലില്ലിത്ത് ഏദൻ തോട്ടത്തിലേക്ക് തിരികെ വന്നു. അപ്പോഴേക്കും ദൈവം ഹവ്വയെ സൃഷ്ടിച്ചിരുന്നു. ഇതിൽ കോപം നിറഞ്ഞ് ലില്ലിത്ത് ആദാം ഉറങ്ങിക്കിടന്നപ്പോൾ അവനോടൊപ്പം ക്ഷയിക്കുകയും അതിൽ നിന്ന് ശിശുക്കൾ ജനിക്കുകയും ചെയ്തു. ഇന്നും പറയുന്നുണ്ട്, ഈ ശിശുക്കളെ ലില്ലിയും എന്നാണ് വിളിക്കുന്നത്. ഇവരാണ് ഭൂതങ്ങൾ. എന്നാൽ ജൂയിഷ് കബാല അനുസരിച്ച് ഉൽപ്പത്തി 3 സർപ്പമായിരുന്നു ലിലിത്ത്. ഇത്രയും സമയം നാം പഠിച്ചത് യഹൂദന്മാരുടെ പാരമ്പര്യത്തെ പറ്റിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ 2 കാരണങ്ങളാൽ ആദത്തിന് ലില്ലിത്ത് എന്ന ഭാര്യ ഉണ്ടായിരുന്നു എന്ന ആശയം ബൈബിൾ നിരാകരിക്കുന്നു. ഒന്നാമതായി, ആദാമും ഹവ്വയും സൃഷ്ടിക്കപ്പെട്ടത് ഒരേ ദിവസമാണെന്ന് ബൈബിൾ പറയുന്നു. രണ്ടാമത്തേത്, ആദാമും ഹവ്വയും തന്നെയായിരുന്നു ആദ്യ നവദമ്പതികൾ എന്നതാണ്. 1 തീമോഥെയോസ് 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത്, ആദ്യം ആദം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ നിർമ്മിക്കപ്പെട്ടു എന്നാണ്. ബൈബിളിൽ ഒരിക്കലും ലില്ലിത്തിനെ പരാമർശിക്കുന്നില്ല. ലില്ലിത്ത് എന്ന ഹീബ്രു പദം എബ്രായ ബൈബിളിൽ കാണാം. ലില്ലിത്തിനെ നൈറ്റ് മോൺസ്റ്റർ, നൈറ്റ് ബേർഡ്, നൈറ്റ് ക്രീച്ചർ, സ്ക്രീച്ച് ഔൾ എന്നിങ്ങനെ വിമർത്തനം ചെയ്യുന്നുണ്ട്. ലില്ലിത്ത് എന്ന എബ്രായ പദം യെശയ്യാവ് 34-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണാം. ഈ വാക്യത്തിൽ ലെക്സ്ഹാം ബൈബിളും തനക്ക് മാത്രമാണ് എബ്രായ പദത്തെ ലിലിത്ത് എന്ന് ലിപ്യന്തരം ചെയ്തിരിക്കുന്നത്. ലിലിത്ത് എന്ന എബ്രായ പദം ഈ വാക്യത്തിൽ നൈറ്റ് മോൺസ്റ്റർ, വേതാളം എന്നാണ് വിമർത്തനം ചെയ്തിരിക്കുന്നത്. യഥാർത്ഥ എബ്രായ പദത്തിന്റെ അക്ഷരാർത്ഥം ക്രീച്ചർ ഓഫ് ദ നൈറ്റ് എന്നാണ്. മിക്ക ആധുനിക വിമർത്തനങ്ങളും യെശയ്യാ 34-ാം അധ്യായം 14-ന്റെ ഈ അർത്ഥമാണ് ഇഷ്ടപ്പെടുന്നത്. എബ്രായ പദത്തെ ലിപ്യാന്തരം ചെയ്യുന്നില്ല. തൽഫലമായി ലില്ലിത്ത് എന്ന വാക്കോ പേരോ യഥാർത്ഥത്തിൽ മിക്ക ബൈബിളുകളിലും കാണപ്പെടുന്നില്ല. ഈ വീഡിയോയുടെ രത്ന ചുരുക്കം ഒന്ന് പറഞ്ഞാൽ, ആദ്യത്തെ സ്ത്രീ ഹവ്വ മാത്രമായിരുന്നുവെന്നും ആദത്തിന്റെ അതേ ദിവസം തന്നെ ആണ് ഹവ്വ സൃഷ്ടിക്കപ്പെട്ടതെന്നും ബൈബിൾ വ്യക്തമായി പറയുന്നു. 1 തീമോഥെയോസ് 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ ആദ്യം ആദാമും പിന്നെ ഹവ്വയും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നു. ഉൽപ്പത്തി 1-ഉം 2-ഉം അധ്യായങ്ങളിൽ ലില്ലിത്തിനെ പരാമർശിക്കുന്നില്ല. ലില്ലിത്ത് ആദത്തിന്റെ ഭാര്യ ആയിരുന്നില്ല. ലില്ലിത്ത് എന്ന എബ്രായ പദം ഒരു ഭൂതത്തെ സൂചിപ്പിക്കുന്നു. മെസോപ്പൊത്താമിയയിൽ പറയുന്നത് ലില്ലിത്ത് ഒരു രാത്രി പിശാച് എന്നാണ്. മെസോപ്പൊത്താമിയയിൽ നിന്നും ഈ കഥ ബാബിലോൺ സാമ്രാജ്യത്തിലേക്കും അവിടെ പ്രവാസത്തിൽ വന്ന യഹൂദർ ബാബിലോൺ തൽമൂദ് രചിച്ചപ്പോൾ അതിൽ അവർ കൂട്ടിച്ചേർത്ത അവരുടെ വ്യാഖ്യാനം മാത്രമാണ്. യഹൂദ കെട്ടുകഥയാണ് ലില്ലിത്ത്. ഇതാണ് സത്യം.